പുതുക്കാട് പാഴായിൽ KSCB-യുടെ വാഴവെട്ട്. പാഴായി സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് KSCB വെട്ടി നശിപ്പിച്ചത്. പ്രശ്നത്തിൽ ഇടപെട്ട് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ യുവാക്കളെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവം 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവനം പൂരനിറവിൽ തൃപ്രയാർ ദേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പുതുക്കാട് പാഴായിൽ KSCB-യുടെ വാഴവെട്ട്. പാഴായിലെ കർഷകൻ കോപ്പാട്ടിൽ മനോജിന്റെ വാഴകളാണ് പറപ്പൂക്കര KSCB അധികൃതർ വെട്ടി നശിപ്പിച്ചത്. മനോജിന്റെ കൃഷിയിടത്തിലൂടെ വലിച്ചിരുന്ന ലൈൻ കമ്പിക്ക് താഴെ നിന്നിരുന്ന 8 വാഴകളാണ് അധികൃതർ വെട്ടിമാറ്റിയത്. 1 വർഷം പ്രായമായ നേന്ത്രവാഴകൾ മെയ് മാസത്തിൽ വിളവെടുക്കാനുള്ളതായിരുന്നു. വാഴയുടെ മുകൾ വശത്തുള്ള ഇലകൾ വെട്ടിമാറ്റിയത് മൂലം കായകൾ മൂപ്പത്താതെ നശിക്കുമെന്ന് കർഷകൻ പറയുന്നു. യാതൊരു മുന്നറിയിപ്പുമില്ലാതെയാണ് KSCB അധികൃതർ വാഴകൾ വെട്ടിയത്. പാടത്തെത്തിയപ്പോഴാണ് മനോജ് വിവരമറിഞ്ഞത്. 10 വർഷത്തിലേറെയായി ഈ പാടത്ത് വാഴകൃഷി നടത്തുന്നുണ്ടെങ്കിലും ഇത്തരം അനുഭവം ആദ്യമാണെന്ന് മനോജ് പറഞ്ഞു. വൈദ്യുതി ലൈനിന് കീഴിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഴ വെട്ടിയതെന്ന് KSCB അധികൃതർ പറഞ്ഞു. 4 ഏക്കറിൽ 500 വാഴകളാണ് ഇത്തവണ കൃഷി ചെയ്തിട്ടുള്ളത്. സംഭവം അറിഞ്ഞ് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് മനോജിനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം വാഴകൾ വെട്ടിമാറ്റിയ ശേഷം ഇനി പരാതിയുമായി പോകുന്നില്ലെന്ന നിലപാടിലാണ് മനോജ്. ഇതിപ്പോൾ മിനിഞ്ഞാന്ന് ഉച്ചയ്ക്കാണ് അവർ ഇവിടെ വന്നിട്ട് ഇത് വെട്ടിയിരിക്കുന്നത്. ഞാനിത് കാണുന്നത് മിനിഞ്ഞാന്ന് വൈകിട്ട് ഞാൻ ഇവിടെ നടന്നു പോകുമ്പോൾ പച്ചപ്പട്ടകൾ ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ശ്രദ്ധിച്ചതാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി. ഇപ്പം നോക്കിയപ്പോൾ ഇങ്ങനെ വാഴകളുടെ ഇല കണ്ടമാനം വെട്ടി കണ്ടു. അപ്പോൾ നമ്മൾ ഇതിനെ വിളിച്ച് ചോദിച്ചു എന്താ സംഭവം ഉണ്ടായി. അപ്പോൾ അവർ ലൈൻ ക്ലിയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അവരെന്നെ ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മാഡം അത്ര കാര്യമായിട്ട് വെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അപ്പം അത് നമുക്ക് പിന്നെ അവർക്കും ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്കും പിന്നെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യില്ല. വെട്ടിപ്പോയില്ലേ. കുലച്ചത് കൊണ്ടാണ് ബുദ്ധിമുട്ട്. കുലച്ചില്ലെങ്കിൽ ഇനിയും പട്ട വന്നത് ശരിയായി പോകുമായിരുന്നു. കുലച്ചു കഴിഞ്ഞാൽ പിന്നെ പട്ട വരില്ലല്ലോ. അപ്പോൾ പട്ട പോയി കഴിഞ്ഞാൽ പിന്നെ പോയി. കുന്നോളം ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം വൈശ്ശേരി സ്വദേശികളായ പുളിക്കപ്പറമ്പിൽ ജിനീഷ് രാജ്, പുലിക്കോട്ടിൽ നിബു, പടിഞ്ഞാറങ്ങാടി പനക്കൽ വീട്ടിൽ ജെറിൻ എന്നിവരെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ ചിറളയം സ്വദേശികളായ ഷൈൻ C. ജോസ്, ലിയോ P. വർഗീസ്, ബിബിൻ എന്നിവർക്കും പ്രതികൾക്കും പരിക്കേറ്റിരുന്നു. സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ചിറളയം പള്ളിപ്പെരുന്നാളിനിടെയുണ്ടായ സംഘർഷത്തിന്റെ മുൻവൈരാഗ്യമാണ് ആക്രമണത്തിനിടയാക്കിയതെന്ന് പോലീസ് പറഞ്ഞു. പെരുവനം പൂരനിറവിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതിയുടെ ആദ്യ പൂരം എഴുന്നള്ളിപ്പ് പടിഞ്ഞാറേ നടവഴിയിൽ നടന്നു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ പെരുവനം ശങ്കരനാരായണന്മാരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. ആറാട്ടുപുഴ ശാസ്താവിന്റെ കിഴക്കൂട്ടിറക്കത്തിന് 7 ഗജവീരന്മാർ അകമ്പടിയായി. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250ഓളം കലാകാരന്മാർ അണിനിരുന്ന പാണ്ടിമേളം പൂരമാസ്വാദകർ നെഞ്ചേറ്റി. ചാത്തക്കുടം ശാസ്താവിന്റെയും തൊട്ടിപ്പാൽ ഭഗവതിയുടെയും പടിഞ്ഞാറോട്ട് കയറ്റത്തോടെയുള്ള എഴുന്നള്ളിപ്പിന് 7 ഗജവീരന്മാർ അകമ്പടിയായി. തട്ടകത്ത് കൃഷിയിറക്കാൻ ഭക്തർക്ക് അനുമതി നൽകിയുള്ള തൃപ്രയാർ ദേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായിട്ടാണ് പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടന്നത്. കൊമ്പൻ രവിപുരം ഗോവിന്ദൻ തിടമ്പേറ്റി. മേളത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിയ തേവരെ വഴിനീളെ പറ നൽകിയാണ് ഭക്തർ വരവേറ്റത്. വലപ്പാട് വെന്നിക്കൽ ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടത്തിയ തേവർക്ക് തുടർന്ന് കോതകുളത്തിൽ ആറാട്ട് നൽകി. പൈനൂർ പാടത്തെ ചാലുകുത്തൽ ചടങ്ങിനായി എഴുന്നള്ളിയ തേവരെ 100 കണക്കിന് ഭക്തർ അനുഗമിച്ചു. പൈനൂർ പാടത്തെ 1 സെന്റ് ഭൂമിയിലായിരുന്നു ചാലുകുത്തൽ ചടങ്ങ്.
അവകാശികളായ കണ്ണാത്ത് തറവാട്ടിലെ പ്രതിനിധി തേവർക്ക് ആദ്യ പറ സമർപ്പിച്ചു. തുടർന്ന് ശംഖുനാദം ഉയർന്നതോടെ തേവരുടെ തിടമ്പേറ്റിയ രവിപുരം ഗോവിന്ദൻ തന്റെ കൊമ്പുകൊണ്ട് 3 തവണ നിലത്തുനിന്ന് മണ്ണ് കുത്തിയെടുത്തു. ഇത് തിങ്ങി നിറഞ്ഞ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ, മെമ്പർമാരായ MB മുരളീധരൻ, പ്രേംരാജ് ചൂണ്ടലാത്ത്, ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ബിജുകുമാർ, ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ചാലുകുത്തൽ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിയ തൃപ്രയാർ തേവർ രാമൻകുളം ആറാട്ടിനായി പുറപ്പെട്ടു. TCV തൃപ്രയാർ. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള തൃപ്രയാർ തേവരുടെ കിഴക്കേ കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിന് പുഴ കടക്കാനുള്ള സ്വന്തം പള്ളിയോടം നീരടിഞ്ഞു. ദേവസ്വം മാനേജർ AP സുരേഷ് കുമാർ, ദേവസ്വം ജീവനക്കാർ എന്നിവർ പള്ളിയോടം നീറ്റിലിറക്കിയ ചടങ്ങിൽ സംബന്ധിച്ചു. വർഷത്തിൽ 3 ദിവസങ്ങളിലായാണ് തൃപ്രയാർ തേവർ പള്ളിയോടത്തിൽ പുഴ കടക്കുന്നത്. കിഴക്കേ നടക്കൽ പൂരം, പടിഞ്ഞാറേ മനക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലാണ് തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടക്കുക. ഇരുവശങ്ങളിലും ശംഖചക്ര രൂപങ്ങളും ആഞ്ജനേയ സ്വാമിയുടെ രൂപവും കൊത്തിവെച്ചുള്ളതാണ് പള്ളിയോടം. വ്യാഴാഴ്ച വൈകിട്ട് നിയമവെടിക്ക് ശേഷം കിഴക്കേ നടപ്പൂരത്തിനും ഊരായ്മക്കാർ ഇല്ലങ്ങളിലെ പൂരത്തിനുമായി തേവർ പള്ളിയോടങ്ങളിൽ പുഴ കടക്കും. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളികളായ അന്തിക്കാട്, ചൂരക്കൂട് ഭഗവതിമാരുടെ പകൽപൂരം ആവേശമായി. പഴങ്ങാപ്പറമ്പ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പറയെടുപ്പ് നടന്നു. അന്തിക്കാട്, ചൂരക്കൂട് ഭഗവതിമാരുടെ ആറാട്ട് അന്തിക്കാട് ക്ഷേത്രകുളത്തിൽ നടന്നു. ക്ഷേത്ര മേൽശാന്തി ശങ്കരനാരായണൻ, തന്ത്രി പഴങ്ങാമ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആറാട്ടുപുഴ പൂരത്തിനുള്ള കൈപ്പന്തങ്ങൾ ഒരുങ്ങി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര വിളക്കിനാണ് ആദ്യമായി പന്തം കത്തിക്കുന്നത്. തുടർന്ന് പെരുവനം പൂരം, ആറാട്ടുപുഴ തറയ്ക്കൽ പൂരം, ആറാട്ടുപുഴ പൂരം എന്നീ ദിവസങ്ങളിലും പന്തം കത്തിക്കും. ഓരോ എഴുന്നള്ളിപ്പ് കഴിയുമ്പോഴും പന്തങ്ങൾ വൃത്തിയാക്കി വീണ്ടും ചുറ്റി തയ്യാറാക്കും. ഊരകം MS ഭരതന്റെ നേതൃത്വത്തിൽ കുട്ടൻ, ശശി, കുട്ടപ്പൻ എന്നിവരാണ് ആറാട്ടുപുഴ പത്തായപ്പുരയിൽ കൈപ്പന്തങ്ങൾ തയ്യാറാക്കുന്നത്. 2 ഒറ്റപ്പന്തങ്ങളും 2 മുപ്പന്തങ്ങളും 18 6 നാഴിപ്പന്തങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ മുല്ലമുട്ടിന്റെ ആകൃതിയിൽ ചുറ്റി തയ്യാറാക്കിയിട്ടുള്ളത്. ശാസ്താവ് എഴുന്നള്ളുമ്പോൾ തിരുമുമ്പിൽ ഒറ്റപ്പന്തവും അതിനു പിന്നിലായി മുപ്പന്തവും, മുപ്പന്തത്തിന് ഇരുവശങ്ങളിലും 6 നാഴിപ്പന്തങ്ങളുമാണ് പിടിക്കുക. ഓടിൽ തീർത്ത പന്തത്തിന്റെ നാഴികൾ ഓരോ വർഷവും പോളിഷ് ചെയ്യും. മനോഹരമായി പന്തങ്ങൾ ചുറ്റുന്നതിനായി 1 നാഴിക്ക് 1/2 കിലോ തുണി വേണ്ടിവരും. ഇതിനായി തിരുപ്പൂരിൽ നിന്നും കൊണ്ടുവന്ന 200 കിലോ തുണി മന്ദാരക്കടവിൽ വെച്ച് പുഴുങ്ങി അലക്കി ഉണക്കിയിരുന്നു. വെളിച്ചെണ്ണയിലാണ് പന്തം കത്തിക്കുന്നത്. ആദ്യകാലങ്ങളിൽ വൃശ്ചിക മാസത്തിൽ വെളിച്ചെണ്ണ ആട്ടി വലിയ ഭരണികളിലാക്കി നെല്ലിട്ട് സംഭരിച്ച് വെക്കാറുണ്ടായിരുന്നു. ഇതിൽ നിന്നും തെളിഞ്ഞു കിട്ടുന്ന വെളിച്ചെണ്ണയാണ് പന്തം കത്തിക്കാൻ ഉപയോഗിക്കാറ്. 6 നാഴിപ്പന്തം 3 മണിക്കൂർ കത്തണമെങ്കിൽ 15 കിലോ വെളിച്ചെണ്ണ വേണ്ടിവരും. എഴുന്നള്ളിപ്പ് സമയത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ പന്തം വെളിച്ചെണ്ണയിൽ നനച്ചുകൊണ്ടിരിക്കും. കോലവും തിടമ്പും ആനച്ചമയങ്ങളും മറ്റും കൂടുതൽ ശോഭയോടെയും തിളക്കത്തോടെയും ദർശിക്കുന്നതിനു വേണ്ടിയാണ് പന്തങ്ങൾ വെളിച്ചെണ്ണയിൽ കത്തിക്കുന്നത്. TCV ചേർപ്പ്. ഇന്ത്യൻ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വരണമെന്ന് KPCC സെക്രട്ടറി PT അജയമോഹൻ പറഞ്ഞു. ഐക്യജനാധിപത്യ മുന്നണി ഗുരുവായൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് TS അജിത്, ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, CA ഗോപപ്രതാപൻ, KP ഉദയൻ, RV ജലീൽ, R രവികുമാർ, ബാലൻ വാറനാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നവർക്ക് അംഗത്വം നൽകി. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തിയ പ്രതികൾ പോലീസ് പിടിയിലായി. പാഞ്ഞാൾ സ്വദേശി കുറ്റ്യൻ മുച്ചിക്കൽ വീട്ടിൽ അക്ബർ അലി, പാലക്കാട് സ്വദേശി മുസ്ലിയാർ പറമ്പിൽ അബ്ദുള്ളക്കുട്ടി എന്നിവരെയാണ് ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. മോഷ്ടിച്ച വിളക്കുകളും പാത്രങ്ങളും പ്രതികളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ചെറുതുരുത്തി CI ബോബി വർഗീസ്
SI-മാരായ DS ആനന്ദ്, സുഭാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പഴയന്നൂർ ഫാർമേഴ്സ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ എളനാട് ശാഖയിലേക്ക് CPM എളനാട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ബാങ്കിന്റെ എളനാട് ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത ബാങ്കിലെ പ്യൂണും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ KK പ്രകാശനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത്. മാർച്ച് CPM ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു ഉദ്ഘാടനം ചെയ്തു. CPM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം EN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. CPM എളനാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KC ജോർജ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ PV വിനു, N അരവിന്ദാക്ഷൻ, KK രവി, TS മധു തുടങ്ങിയവർ സംസാരിച്ചു. വഴിയിൽ നിന്ന് ലഭിച്ച 15,000 രൂപ ഉടമയ്ക്ക് തിരികെ നൽകി പ്രവാസി മാതൃകയായി. എടക്കഴിയൂർ അതിർത്തി സ്വദേശി പരപ്പിൽ അലിയുടെ സത്യസന്ധതയാണ് കണ്ടശങ്കടവ് സ്വദേശി പള്ളിയിൽ ബിനീഷിന് പണം തിരികെ ലഭിക്കാൻ കാരണമായത്. ഗുരുവായൂർ നഗരസഭയുടെ കുട്ടികൃഷ്ണൻ സ്മാരക കെട്ടിടത്തിൽ നിന്നാണ് അലിക്ക് പണം ലഭിച്ചത്. ഉടൻ തന്നെ കെട്ടിടത്തിലെ സ്ഥാപനങ്ങളിൽ വിവരമറിയിച്ചു. ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് എക്സൈസ് ഓഫീസിലേക്ക് എത്തിയതായിരുന്നു അബ്കാരി കോൺട്രാക്ടറായ ബിനീഷ്. കൈവശം സൂക്ഷിച്ചിരുന്ന പണം നഷ്ടപ്പെട്ട വിവരം ബിനീഷ് എക്സൈസ് ഓഫീസിൽ അറിയിച്ചിരുന്നു. എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ബിനീഷിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് പണം ലഭിച്ച വിവരം അറിയിക്കുകയായിരുന്നു. പൊതുപ്രവർത്തകൻ KB ഷൈജുവിന്റെ സാന്നിധ്യത്തിൽ പണം ഉടമയ്ക്ക് തിരികെ നൽകി. അന്തിമഹാകാളങ്കാവ് വേലിയോടനുബന്ധിച്ച് വെടിക്കെട്ട് പൊതുപ്രദർശനത്തിന് ലൈസൻസ് അനുവദിക്കുന്നതിനായി സമർപ്പിച്ച അപേക്ഷ നിരസിച്ച് ADM T മുരളി ഉത്തരവിട്ടു. പോലീസ്, ഫയർ, റവന്യൂ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട്, പെസോ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അപകടമില്ലാത്ത വിധം വെടിക്കെട്ട് പ്രദർശനം നടത്തുന്നതിന് ഭൗതിക സാഹചര്യങ്ങളില്ലെന്നും വെടിക്കെട്ട് അപേക്ഷ നിരസിച്ചുകൊണ്ടുള്ള ADMന്റെ ഉത്തരവിൽ പറയുന്നു. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിന്റെ മരണത്തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് തീർത്ഥാടന കേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ ഫാദർ അലക്സ് കല്ലേലി നേർച്ച സദ്യ വെഞ്ചരിച്ചു. കൈക്കാരന്മാരായ ആന്റു കരിയാട്ടി, ജോസ് വെട്ടുമനയ്ക്കൽ, ഷിജു പഴയടത്ത് പറമ്പിൽ, ലിജോ ചാതേലി, കേന്ദ്രസമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, PRO ബിജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. നാടൻപാട്ടും കുതിരവേലയുമായി അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിലെ തണ്ണീർമത്തൻ വിളവെടുപ്പ്. കാൽപതിറ്റാണ്ടോളം തരിച്ചു കിടന്ന അന്തിക്കാട് ശ്രീരാമൻചിറ പാടശേഖരത്തിൽ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു തണ്ണീർമത്തൻ വിളവെടുപ്പ്. VK മോഹനൻ കാർഷിക സംസ്കൃതിയുടെ നേതൃത്വത്തിൽ 2ാം തവണയാണ് ഇവിടെ തണ്ണീർമത്തൻ വിജയകരമായി കൃഷി ചെയ്യുന്നത്. VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഇത്തവണയും തണ്ണീർമത്തൻ കൃഷിയിൽ 100 മേനി വിജയം. ഒരു 18 ഏക്കറോളം പ്രദേശത്ത് തണ്ണിമത്തൻ, 2 ഏക്കറോളം സ്ഥലത്ത് ഈ മറ്റേ കണിവെള്ളരി, പച്ചക്കറി ഉൾപ്പെടെയുള്ളതും സലാഡ്, കുക്കുംബറൊക്കെ നട്ടിട്ടുണ്ട്. പത്മശ്രീ ജേതാവായ കർഷകൻ ചെറുവയിൽ രാമനാണ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തത്. സംവിധായകൻ സത്യനന്ദിക്കാട്, മന്ത്രിമാരായ P രാജീവ്, K രാജൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണ്. അപ്പോൾ തരിശ് കിടന്നിരുന്ന പാടത്ത് ഇതുപോലെ അത് വെറുതെ കിടക്കാതെ അത് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ് ഞാനും സുനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സന്തോഷമുള്ള നിമിഷമാണ്. തണ്ണീർമത്തൻ കൃഷിയിലെ വിജയഗാഥ പഠിക്കാനും ജൈവ കൃഷിയിൽ വിളവെടുത്ത തണ്ണീർമത്തൻ വാങ്ങാനും നിരവധി പേരാണ് ശ്രീരാമൻചിറയിലെത്തുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, KP രാജേന്ദ്രൻ, KK വത്സരാജ്, KP സന്ദീപ്, ഷീല വിജയകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. TCV അന്തിക്കാട്. കൃഷി ആവശ്യത്തിനായി ഉപയോഗിച്ചിരുന്ന ഇയാൽ സ്വദേശിയുടെ മോട്ടോർ മോഷണം പോയതായി പരാതി. ആവേൻ വീട്ടിൽ ബാലന്റെ ഉടമസ്ഥതയിലുള്ള മോട്ടോറാണ് മോഷണം പോയത്. ആദൂരിലെ പറമ്പിൽ നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ചെമ്പോല മെയ്യുന്നതിനായി ചുറ്റമ്പലം പൊളിച്ചു തുടങ്ങി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി. രാവിലെ 4:45 മുതൽ 11 മണി വരെയും വൈകിട്ട് 5 മണി മുതൽ രാത്രി 8:30 വരെയുമാണ് ഭക്തർക്ക് ദർശനം അനുവദിക്കുക. ഭഗവതി ക്ഷേത്രത്തിൽ പൂമൂടൽ, മുട്ടിറക്കൽ വഴിപാടുകൾ സാധാരണ പോലെ നടക്കും.
കൃഷ്ണശിലയിൽ ഭിത്തി നിർമ്മിച്ച ശേഷമാണ് ചെമ്പോല മേയുന്നത്. ഏകദേശം 10 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന യുവാവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ നന്മയുടെ ബസ് സർവീസ് നടത്തി പണം സ്വരൂപിച്ച് തൃക്കൂർ പുന്നൂക്കര കല്ലൂർ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ. ഈ റൂട്ടിലോടുന്ന 11 ബസ്സുകളാണ് തൃക്കൂർ സ്വദേശി അഭിഷേകിന്റെ ചികിത്സയ്ക്കായി ഒരു ദിവസത്തെ കളക്ഷൻ മാറ്റിവെച്ചത്. എല്ലാ ബസ്സുകൾക്ക് മുൻപിലും അഭിഷേക് ചികിത്സാ സഹായ നിധി എന്ന ബാനർ സ്ഥാപിച്ചായിരുന്നു യാത്ര. ബസ് ജീവനക്കാരുടെ നല്ല മനസ്സിന് ബസ് ഉടമകൾ പൂർണ്ണ പിന്തുണ നൽകിയതോടെ കാരുണ്യത്തിന്റെ മാതൃകാ സർവീസായി ഇത് മാറി. യാത്രക്കാരും അവർക്കാകുന്ന വിധത്തിൽ സഹായം കൈമാറി. ഫർണിച്ചർ തൊഴിലാളിയായ അഭിഷേകിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 50 ലക്ഷം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. നിർധന കുടുംബാംഗമായ അഭിഷേകിന് ഈ തുക കയ്യെത്താ ദൂരത്താണ്. കണ്ടുപരിചയം മാത്രമുള്ള അഭിഷേകിന്റെ അവസ്ഥ മനസ്സിലാക്കിയ ബസ് ജീവനക്കാർ തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം കൂട്ടുകാരനായി മാറ്റിവെക്കുകയായിരുന്നു. തൃക്കൂരിൽ നടന്ന ബസ് സർവീസിന്റെ ഫ്ളാഗ് ഓഫ് എൻഫോഴ്സ്മെന്റ് ജോയിന്റ് RTO ജിയോ വാഴപ്പള്ളി നിർവഹിച്ചു. മോട്ടോർ വെഹിക്കിൾ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ VB സജീവ്, പഞ്ചായത്ത് അംഗം കപിൽ രാജ്, ബസ് ഓണേഴ്സ് യൂണിയൻ പ്രതിനിധികളായ ബിജു പടിക്കലാൻ, സൂരജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കുവൈറ്റിൽ ഷോക്കേറ്റ് കരുവന്നൂർ സ്വദേശിയായ യുവാവ് മരിച്ചു. കരുവന്നൂർ പനംകുളം സ്വദേശി മണക്കുന്നത്ത് മനോജിന്റെ മകൻ അക്ഷയാണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. കുവൈറ്റിൽ റിഖിലാണ് അക്ഷയ് ജോലി ചെയ്തിരുന്നത്. ജോലിസ്ഥലത്ത് വെച്ചായിരുന്നു അപകടം. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചിറ്റാട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ധനസഹായ വിതരണം നടത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് കാരുണ്യ ധനസഹായ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് 31 ലക്ഷം രൂപയുടെ ധനസഹായം 3 കുടുംബങ്ങൾക്ക് കൈമാറി. യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് വടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി BT ജോർജ്, നിയോജകമണ്ഡലം ജനറൽ കൺവീനർ CL റാഫേൽ, ചിറ്റാട്ടുകര യൂണിറ്റ് സെക്രട്ടറി PJ ജോസൻ, TJ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്രീയ സംസ്കൃത സർവകലാശാല PT കുര്യാക്കോസ് സ്മൃതി ഭവൻ പാവർട്ടി കേന്ദ്രത്തിൽ കൂടിയാട്ടം രംഗാവിഷ്കാരം നടത്തി. പ്രൊഫസർ K വിശ്വനാഥൻ, പ്രൊഫസർ ഗോവിന്ദ പാണ്ഡെ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബാലിവധം കഥയാണ് കൂടിയാട്ടത്തിൽ അവതരിപ്പിച്ചത്. സൂരജ് നമ്പ്യാർ ബാലിയും H ആതിര താരയുമായി വേഷമിട്ടു. കലാമണ്ഡലം രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു പശ്ചാത്തലമേളം ഒരുക്കിയത്. നിരവധി പേരാണ് കൂടിയാട്ടം വീക്ഷിക്കുന്നതിനായി എത്തിയത്. ചേറൂർ വിജയപുരം സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ വിശുദ്ധ ഔസേപിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ദീപവലിക്ക് ഫാദർ ജോബു വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബാസ്റ്റിൻ പുന്നലിപ്പറമ്പിൽ തിരുനാൾ സന്ദേശം നൽകി. വികാരി ഫാദർ അജിത് തച്ചോത്ത്, ജനറൽ കൺവീനർ ഗിഫ്റ്റിൻ തോമസ്, ടോണി ഇമ്മട്ടി, ഷാരോൺ വർഗീസ് എന്നിവർ തിരുനാൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കടവല്ലൂർ പാടത്ത് ശുചിമുറി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ ഭാഗമായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശം സന്ദർശിച്ചു. CCTV ക്യാമറകൾ നിരീക്ഷിച്ചു. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തി കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പഴഞ്ഞി MD കോളേജിൽ KSU പ്രവർത്തകർക്ക് SFI പ്രവർത്തകരുടെ മർദ്ദനത്തിൽ 3 KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU ജില്ലാ സെക്രട്ടറി റാഫി, യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് ജാസിർ, യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് ഫാസിം എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. ക്യാന്റീനിൽ ഇരിക്കുകയായിരുന്ന മൂവരെയും SFI പ്രവർത്തകർ കോണി റൂമിലേക്ക് വലിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് KSU ആരോപിച്ചു. ഒരാഴ്ചയായി നിരന്തരം SFI പ്രവർത്തകർ തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണെന്ന് മർദ്ദനമേറ്റ KSU ഭാരവാഹികൾ പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് KSU പ്രവർത്തകർ കുന്നംകുളം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വെങ്കിടങ്ങ് കണ്ണൂത്ത് കണ്ണംകുളങ്ങരയിൽ BJPയുടെ കൊടിയും സ്ഥാനാർത്ഥി പ്രചരണ പോസ്റ്ററുകളും നശിപ്പിച്ചതായി പരാതി. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ വെങ്കിടങ്ങിൽ നിന്നും കണ്ണൻകുളങ്ങരയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മാനിന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മനോജ് ചീരോത്ത് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ ഉണ്ണിമോൻ, പ്രേമൻ നമ്പിയത്ത്, CB കഴുങ്കിൽ, സുനിൽ ഇളയടത്ത്, രമേശ് ഇളയടത്ത്, രഞ്ജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കൊടിമരവും പ്രചാരണ പോസ്റ്ററുകളും നശിപ്പിക്കപ്പെട്ട അതേ സ്ഥലത്ത് പുതിയ കൊടിമരം സ്ഥാപിച്ചു.
നാട്ടിക സൗത്ത് SNDP സ്കൂളിൽ UKG കുട്ടികളുടെ കോൺവെക്കേഷൻ ചടങ്ങ് നടന്നു. ഡോക്ടർ സതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TD വിനീത അധ്യക്ഷത വഹിച്ചു. ഡോക്യുമെന്ററി പ്രദർശനവും ഉണ്ടായിരുന്നു. പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അർണോസ് പാദ്രിയുടെ 292 വാർഷികാചരണം ഞായറാഴ്ച നടക്കും. രാവിലെ 6:30 നടക്കുന്ന ദിവ്യബലിക്ക് ശേഷം അർണോസ് പാദ്രി സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ യോഗവും ഉണ്ടാകും. എഴുത്തുകാരൻ ഡോക്ടർ EM തോമസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, PRO ടെവി വർഗീസ്, റാഫി ആലപ്പാട്ട്, പിയോളി ജോൺസൺ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വാണിജ്യം. നട്ട് ബോൾട്ടുകളുടെ വിപണി കീഴടക്കാൻ ഒല്ലൂരിൽ നിന്നൊരു വനിതാ സംരംഭം കൂടി. ഒല്ലൂരിലെ ആദ്യ വനിതാ നട്ട് ബോൾട്ട് വ്യാപാര സ്ഥാപനമായ വനിതാ ബോൾട്ടോറിയം പ്രവർത്തനം ആരംഭിച്ചു. നട്ട് ബോൾട്ട് സ്ക്രൂ വിഭാഗങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം വൈവിധ്യം നിറഞ്ഞതും ഉയർന്ന ഗുണനിലവാരമുള്ളതുമായ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളാണ് വനിതാ ബോൾട്ടോറിയം ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത്. വ്യാവസായിക, നിർമ്മാണ, കാർഷിക, ഓട്ടോമൊബൈൽ മേഖലകളിലേക്കുള്ള എല്ലാവിധ നട്ട് ബോൾട്ട് സ്ക്രൂകളും ബോൾട്ടോറിയത്തിൽ ലഭ്യമാണ്. ഒല്ലൂരിന്റെ ചരിത്രത്തിലെ പ്രഥമ വനിതാ നട്ട് ബോൾട്ട് വിപണന സംരംഭത്തിന്റെ സ്ഥാപക സംഗീത ശിവശങ്കരനാണ്. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപത്തെ മേലേടത്ത് സ്റ്റീഫൻ കോംപ്ലക്സിൽ ആരംഭിച്ച വനിതാ ബോൾട്ടോറിയം മുൻ MLAയും സംസ്ഥാന ഹൗസിംഗ് ബോർഡ് അംഗവുമായ ഗീതാ ഗോപി, തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, തൃശൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കരോലിൻ ജെറീഷ്, തൃക്കൂർ പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, ഷീബ നികേഷ്, ന്യൂമാറ്റിക് ഗ്രൂപ്പ് കോർപ്പറേറ്റ് മാനേജർ ജൂലി സോണി, സംരംഭക സംഗീത ശിവശങ്കരൻ എന്നീ 7 വനിതകൾ ചേർന്നാണ് തിരിതെളിയിച്ച് ഉദ്ഘാടനം ചെയ്തത്. ഫർണിച്ചർ നിർമ്മാതാവ് മോഹനൻ പെരിഞ്ചേരി ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി. തൃശൂർ ബോൾട്ടോറിയം ഉടമ ശിവശങ്കരൻ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായി. TVS, അൺബ്രാക്കോ, STL, APL, പട്ട, ഒമ്നി എന്നീ ലീഡിംഗ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളുടെ ബൃഹത് ശേഖരവും സ്ഥാപനത്തിൽ സജ്ജമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. പുതുക്കാട് പാഴായിൽ KSCBയുടെ വാഴവെട്ട്. പാഴായി സ്വദേശി മനോജിന്റെ കൃഷിയിടത്തിലെ വാഴകളാണ് KSCB വെട്ടി നശിപ്പിച്ചത്. പ്രശ്നത്തിൽ ഇടപെട്ട് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. ചിറളയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂരത്തിനിടെ യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം 3 പേരെ കുന്നുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരുവനം പൂരനിറവിൽ തൃപ്രയാർദേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ ഭക്തിസാന്ദ്രം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.